ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഴിഞ്ഞ 10 ദിവസങ്ങൾക്കിടയിൽ പുതിയതായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ, അമ്മേ, അച്ഛാ, ഇവരിത് എവിടെ പോയി? ചന്ദ്രയെ, അമ്മേ, അമ്മേ, ഇവരിത് എവിടെ പോയി? മാധവ, അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മക്കൾ ഇത് എവിടെ പോയി? മാധവ, അമ്മേ, അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ, സ്വിച്ച് ഓഫ് ആണല്ലോ. ഈ അച്ഛനും അച്ഛമ്മ ഇത് എവിടെ പോയി? എന്നാലും ഇവരെവിടെയാ പോയത്? ഇതെന്താ? എവിടെയൊന്നും കാണുന്നില്ല. അളിയ, വീടിന് ചുറ്റും നടന്നു നോക്കി, അവരിവിടെ എങ്ങും കാണുന്നില്ല. ഞാനും അന്വേഷിക്കാവുന്നിടത്തേക്ക് അന്വേഷിച്ചു, ഒരു വിവരവുമില്ല. ഇതിലെന്താ എഴുതി വെച്ചിരിക്കുന്നെ? ഇതൊരു കത്താണല്ലോ. ദിയ മോൾക്കാണെങ്കിൽ മലയാളം വായിക്കാനും അറിയില്ല. വന്ദനമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാം. എന്റെ പൊന്നു മക്കളെ, മാധവനും ചന്ദ്രയും ഇത് എവിടെ പോയതാ? ഇനി വല്ല ബുദ്ധിമോശവും കാണിച്ചു കാണുവോ? അവര് ക്ഷേത്രത്തിൽ പോകുന്നല്ലേ പറഞ്ഞത്? നീ വിളിപ്പുറം ക്ഷേത്രത്തിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ച മോനെ. ഹലോ, ഞാൻ മനോജ, മാധവൻ നായരുടെ മകൻ. അച്ഛനും അമ്മയുടെ പൂജയ്ക്ക് വന്നിരുന്നോ ചേട്ടാ? ഇല്ലേ? ശരി, വന്നാലൊന്ന് വിളിച്ചു പറയണേ. വന്ദനമ്മേ, അച്ഛന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ. എന്റെ ഗുരുവായൂരപ്പ, കത്തിലെന്താന്ന് നോക്കിയേ. കത്തിലെന്താ ചേച്ചി? എല്ലാവരും അറിയാൻ.
കുറച്ചു നാളുകളായി മനസ്സിന് യാതൊരുവിധ സമാധാനവുമില്ല. കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് സമാധാനം തേടിയുള്ള യാത്രയിലാണിപ്പോൾ. കുറച്ചുനാൾ ആനന്ദാശ്രമത്തിലുണ്ടാവും. ദയവ് ചെയ്ത് ആരും ഞങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്റെ ഭഗവാനെ, ഇപ്പോഴാ എനിക്കൊരു സമാധാനായ. രണ്ടുപേരും ജീവനോടെ ഉണ്ടല്ലോ. പേടി തോന്നുന്നു. ആനന്ദാശ്രമത്തിലെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഒന്ന് വിളിച്ച് അന്വേഷിക്കാം. ഒന്ന് വിളിക്കുമാനെ. ആ. അളിയ സ്പീക്കറിലിട്. ആ. നമസ്കാരം. ആനന്ദാശ്രമം. സ്വാമിജി, ഞാൻ ജഗന, മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൻ. ജഗൻ, പറഞ്ഞോളൂ. സ്വാമിജി, മാധവൻ നായർ എന്നും ചന്ദ്ര എന്നും പേരുള്ള രണ്ടുപേരെ ആശ്രമത്തിൽ വന്നിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ അവരെ കാണാനില്ല. ജഗൻ, കഴിഞ്ഞ 10 ദിവസങ്ങൾക്കിടയിൽ പുതിയതായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. സ്വാമിജി, രജിസ്റ്റർ ഒന്നുകൂടി ഒന്ന്. ജഗ, ഞാനാണ് പുതിയ അതിഥികൾക്ക് പ്രവേശനം കൊടുക്കുന്നത്. എന്റെ അറിവിൽ ഈ നിമിഷം വരെ ആരും പുതിയതായിട്ട് വന്നിട്ടില്ല. മാനത്തെ കൊട്ടാരം